ഹലോ ഫ്രണ്ട്സ്, പള്ളി പോകുന്ന വിശേഷങ്ങളാണ് എൻ്റെ ഈ വ്ലോഗിലും. ഇതെൻ്റെ അമ്മയുടെ അനിയത്തിയാണ്. പിന്നെ പപ്പായി, അമ്മയുടെ അനിയത്തിയുടെ കൊച്ചൊക്കെയാണ് ഇവർ. ഞങ്ങളങ്ങനെ എല്ലാവരും റെഡിയായി പള്ളിയിലേക്ക് പോവുകയാണ്. തൊട്ടടുത്ത് തന്നെയാണ് പള്ളി. ഞങ്ങൾ സ്റ്റേ ചെയ്ത് അധികം ദൂരം ഇല്ലാണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നടന്ന് പള്ളിയിലേക്ക് പോകുമ്പോൾ അങ്ങനെ ഒരു സംഭവം കണ്ട്. എന്താണെന്ന് നോക്കാൻ ആകാംക്ഷയോടെ എല്ലാവരും നോക്കി നിന്നവിടെ. അപ്പോൾ ഷട്ടറൊക്കെ പൊങ്ങിക്കഴിഞ്ഞ് കണ്ടത് മാതാവിൻ്റെ രൂപം അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ പേര് കൂടി ഇങ്ങനെ ചുമന്നുകൊണ്ട് വരുന്നതായിരുന്നു. അതിങ്ങനെ എടുത്തുകൊണ്ട് ഒരു പള്ളിയിലേക്ക് ഇങ്ങനെ നടന്ന് പോവുമായിരുന്നേ. അങ്ങനെ പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് പോന്നു. അവിടുന്ന് ഞങ്ങൾ അടുത്ത പള്ളിയിലേക്ക് പോയി. അപ്പോൾ ഈ മുട്ട് കുത്തുന്ന നേർച്ചയൊക്കെ വേളാങ്കണ്ണി പള്ളിയിലെ ഒരു മെയിൻ നേർച്ചയാണേ. പിന്നെ മൊട്ടയടിക്കുന്ന നേർച്ചയൊക്കെ ഉണ്ട് അവിടെ. പിന്നെ ഞങ്ങൾ ഓരോ പള്ളികൾ കണ്ട് പ്രാർത്ഥിച്ച് നേർച്ചയിട്ടൊക്കെ ഇങ്ങനെ നടന്നു. രാത്രി 8-9 മണിയായിരുന്നു ആ സമയമായപ്പോഴത്തേനും. അങ്ങനെ രാത്രിയായി. പിന്നെ ഞങ്ങൾ മൊട്ടയടിക്കുന്ന സ്ഥലത്തേട്ട് പോയി. മൊട്ടയടിക്കുന്ന ഞങ്ങളുടെ വീട്ടിലേക്ക് 4 മൊട്ടകളുണ്ട്. എൻ്റെ അനിയന്മാർ 2 പേര്, എൻ്റെ പപ്പായി, പിന്നെ ചാച്ചൻ്റെ കൊച്ച്. അങ്ങനെ 4 മൊട്ടകളുണ്ട്. അവരെല്ലാവരും മൊട്ടയൊക്കെ അടിച്ചു. പിന്നെ ഞങ്ങൾ അവിടുന്ന് മൊട്ടയടി കഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങി. ഞങ്ങൾ ഇങ്ങനെ മുട്ട് കുത്തുന്ന നേർച്ച ആൻറ്റി ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞു. ചായ കുടിച്ചു. പോപ്കോണൊക്കെ തിന്ന് അമ്മയും അനിയനൊക്കെ പോപ്കോൺ തിന്ന് കഴിക്കുകയാണ്. ഇവന് മൊട്ടയടിച്ചതിൻ്റെ ഒരു നാണം ഉണ്ട്. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കടൽ കാണാൻ പോയി. ഒരു പേരിന് വേണ്ടി പോയി. ഇരുട്ടായതുകൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒന്ന് പോയി വന്നു. നല്ല തിരക്കും, ഈ തിക്കും തിരക്കും ഭയങ്കര കൂടുതലായിരുന്നു. കാരണം ഈ സീസൺ ക്രിസ്മസിൻ്റെ ഡിസംബർ സീസൺ ആയതുകൊണ്ട് തന്നെ. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണേ. അപ്പോൾ റൂമിൽ ചെന്നു. പാഴ്സൽ മേടിച്ച ചോറൊക്കെ അവിടെ ഇരുന്ന് എല്ലാവരും കൂടെ ഇരുന്ന് സംസാരിച്ച് കഴിച്ചു. ബാക്കി വിശേഷങ്ങൾ അടുത്ത വ്ലോഗിൽ. ബൈ ബൈ.